കുംഭമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്നപ്പോൾ അയ്യനെ ദർശിക്കാൻ പതിനായിരങ്ങൾ 30,832 ഭക്തരാണ് ഇന്ന് വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിന് ബുക്ക് ചെയ്തത്. ഇന്നലെ 13,147 ഭക്തർ ദർശനം നടത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. ഫെബ്രുവരി 17 രാത്രി 10 മാസപൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കുക. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുംഭമാസ പുലരിയിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. കുട്ടികളുടെ ചോറൂണ് പോലെയുള്ള ചടങ്ങുകൾക്കും ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് കുംഭമാസ പുലരിയിൽ സന്നിധാനത്തേക്ക് ധാരാളമായി കുഞ്ഞുങ്ങളുമായി എത്തുന്നുണ്ട്. പുലർച്ചെ 5 മണിക്ക് നട തുറന്നു. പതിവ് പൂജകൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. പിന്നീട് നട തുറക്കുന്നത് വൈകിട്ട് 5 മണിക്കാണ്. 6:30-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ഇന്ന് പടിപൂജയും പുഷ്പാഭിഷേകവും ഉണ്ട്. രാത്രി 9:50-ന് ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. ഇന്നലെ 13,000-ഓളം ഭക്തജനങ്ങളാണ് സന്നിധാനത്തേക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനത്തിന് എത്തിയത്. ഇന്ന് പുലർച്ചെ 6 മണി വരെ 4,000-ഓളം ഭക്തജനങ്ങൾ ദർശനത്തിന് സന്നിധാനത്തേക്ക് എത്തി എന്നുള്ള കണക്കുമുണ്ട്. ഇന്ന് 30,000 പേർ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ ദർശനത്തിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നു. 30,832 ഭക്തജനങ്ങളാണ് ഇന്ന് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ 40,385 ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി 36,862 ഭക്തജനങ്ങളും 16-ാം തീയതി 19,402 ഭക്തജനങ്ങളും വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നു. 16-ാം തീയതി വരെ 20,000-ഓളം ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുമ്പോൾ 17-ാം തീയതി നട അടയ്ക്കുന്ന ദിവസം ഇതിൽ കുറവുണ്ട്. 4,749 ഭക്തജനങ്ങൾ മാത്രമാണ് നട അടയ്ക്കുന്ന 17-ാം തീയതി വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ ദർശനത്തിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അന്ന് മാത്രമാണ് കുറവ്, വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ കുറവ് അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങൾ ധാരാളം കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം നിലവിൽ ഇല്ല. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വളരെ വേഗത്തിൽ തന്നെ വരി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഫ്ലൈ ഓവറിലും നടപ്പന്തലിലുമെല്ലാം ഭക്തജനങ്ങൾക്ക് അധിക സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇന്ന് ഇല്ല. വളരെ വേഗത്തിൽ തന്നെ ക്യൂ മുന്നോട്ട് നീങ്ങുന്നു. ദർശനം സാധ്യമാകുന്നു. 18-ാം പടിയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 18-ാം പടിയിൽ മണ്ഡല മകരവിളക്ക് കാലത്തേതുപോലെ തന്നെ മിനിറ്റിൽ 80-ഓളം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റുന്നതിനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ അധികം തിരക്ക് കൂട്ടാതെ തന്നെ ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ 18-ാം പടി കയറുന്നതിനുള്ള ക്രമീകരണം ഉണ്ട്. അവരെ 18-ാം പടി പോലീസ് ഉദ്യോഗസ്ഥർ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. മുകളിൽ ഫ്ലൈ ഓവറും ഭാഗികമായി നിറഞ്ഞ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ തിരക്കില്ല. തിരക്ക് നിയന്ത്രണ വിധേയമായ തിരക്കായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ക്യൂ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതുമാണ്. മണ്ഡല മകരവിളക്ക് കാലത്ത് നട അടച്ചതിന് ശേഷം നട തുറക്കുന്ന ആദ്യ മാസപൂജ കാലം എന്ന നിലയിൽ തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും എല്ലാം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും മേൽനോട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്നു. 13,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കും മറ്റുമായിട്ട് കുംഭമാസ പൂജാകാലത്ത് സന്നിധാനത്ത് നിയോഗിച്ചിരിക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങിൽ പരിമിതപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എത്ര ഭക്തജനങ്ങൾ എത്തും എന്നുള്ള കൃത്യമായി ഓരോ ദിവസവും എത്തിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ ദേവസ്വം ബോർഡിൽ നിന്നും ലഭ്യമാകേണ്ടതും ഉണ്ട്. എന്തായാലും തിരക്കുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമായ തിരക്കിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ വളരെ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കാതെ തന്നെ ദർശനം സാധ്യമാകുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളും കഴിഞ്ഞ മുൻ മാസപൂജ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളമായി എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ കുംഭമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ നമുക്ക് അനുഭവവേദ്യം കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ മലയാളി ഭക്തജനങ്ങളാണ് മാസപൂജ കാലത്ത് കൂടുതലായി ദർശനത്തിന് വേണ്ടി എത്തുന്നത്. ഇത്തവണ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഇത്തവണ കുംഭമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ധാരാളമായി എത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഭക്തജനങ്ങൾ തമ്പടിക്കുന്നില്ല. നിലവിൽ പാണ്ടിത്താവളം, മാളികപ്പുറം, അന്നദാന മണ്ഡപം തുടങ്ങിയ ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾ മണ്ഡല മകരവിളക്ക് കാലത്ത് തമ്പടിക്കുന്ന ആ ഭാഗങ്ങളിലൊന്നും ഭക്തജനങ്ങൾ കൂടുതലായില്ല. ദർശനം പൂർത്തിയാക്കി ഭക്തജനങ്ങൾ പമ്പയിലേക്ക് മടങ്ങുകയാണ്. കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നില്ല. നിയന്ത്രണ വിധേയമായ തിരക്കാണ് സന്നിധാനത്ത് ഉള്ളത്. ക്യാമറമാൻ അജയ് നായർക്കൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.